സ്നേഹമുള്ളവരെ, ഇന്ത്യയുടെ അരുണാചൽ പ്രദേശത്തുള്ള ഇറ്റാനഗർ രൂപതയിലെ ബിഷപ്പ് ആണ് നമ്മുടെ കൂടെയുള്ളത്, ബിഷപ്പ് ബെന്നി വർഗീസ് എടത്തട്ടയിൽ. അതോടൊപ്പം തന്നെ ഈ രൂപതയുടെ ആദ്യ ബിഷപ്പ് എമരിത്യൂസ് ജോൺ തോമസ് കച്ചാരക്കുടിയിൽ കൂടെയുണ്ട്. ഇവരുടെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. ഫിയാത്ത് മിഷൻ്റെ എക്സിബിഷൻ ബന്ധപ്പെടുത്തി ജെറുസലേം ധ്യാനകേന്ദ്രത്തിൽ വന്നു. നമ്മുടെ പരിയാരം ഇടവകയിലും ബിഷപ്പിൻ്റെ ബന്ധുവീട് സന്ദർശിച്ചു. അതോടൊപ്പം നമ്മുടെ പള്ളിയിലും സന്ദർശനം നടത്തുകയുണ്ടായി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഞാൻ ഇറ്റാനഗർ രൂപതയുടെ പിതാവായി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുകയാണ്. ഇറ്റാനഗർ രൂപതയെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ നിങ്ങളോട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇന്ത്യയുടെ ഏറ്റവും വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് എന്ന സംസ്ഥാനം. അരുണാചൽ പ്രദേശ് ടിബറ്റ്, ചൈന, ബർമ്മ ആൻഡ് ഭൂട്ടാൻ ഈ 4 രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിൽ 2 രൂപതകളുണ്ട്, മിയാവോ ആൻഡ് ഇറ്റാനഗർ. ഞാൻ ഇറ്റാനഗർ രൂപതയുടെ 2ാമത്തെ മെത്രാനായി ഒക്ടോബർ 15-ാം തീയതി 2023 സ്ഥാനമേറ്റു. ഇറ്റാനഗർ രൂപതയെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറയുകയാണെങ്കിൽ, ആ രൂപത സ്ഥാപിതമായത് അൽമേയരുടെ ഒത്തിരിയേറെ പ്രയത്നങ്ങൾ മൂലമാണ്. 1976 ഒരു അൽമയൻ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ വ്യക്തി പോയി അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലുള്ള വേറെ 6 വ്യക്തികളെ കൂട്ടിക്കൊണ്ടുവന്ന് വരികയും ആ 6 വ്യക്തികൾ വീണ്ടും മാമോദീസ സ്വീകരിക്കുകയും അവർ പോയി വീണ്ടും 3 ആഴ്ചയ്ക്കുള്ളിൽ 12 വ്യക്തികളെ കൊണ്ടുവന്ന് അവിടെയുള്ള രൂപതയ്ക്ക് അടിത്തറ പാകുകയാണ് ചെയ്തത്. ഇറ്റാനഗർ രൂപത 2005 സ്ഥാപിതമായത്. ഇറ്റാനഗർ രൂപത സ്ഥാപിതമാകുന്ന അവസരത്തിൽ വെറും 6 വൈദികർ മാത്രം സേവനമനുഷ്ഠിച്ചിരുന്ന ഒരു രൂപതയായിരുന്നു. പക്ഷേ ഇന്ന് 18 വർഷത്തെ കാലയളവിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് ആ ചെറിയ ഒരു രൂപത ഇപ്പോൾ 150ഓളം വൈദികരും 203 സിസ്റ്റേഴ്സും 53 ഇടവകകളിലായി സേവനമനുഷ്ഠിക്കുന്നു. ഈ രൂപതയിൽ 53 ഇടവകകളിൽ എനിക്ക് 485ഓളം സബ് സ്റ്റേഷൻസ് ഉണ്ട്, പള്ളികളുണ്ട്. ഓരോ പള്ളികളിൽ എത്തുവാനായിട്ട് വളരെ അധികം ദൂരം യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. എൻ്റെ അരമനയിൽ നിന്നും ഏറ്റവും ദൂരെയുള്ള ഇടവകയിൽ എത്തണമെങ്കിൽ എനിക്ക് 3 ദിവസം യാത്ര ചെയ്താൽ മാത്രമേ അവിടെ എത്തുകയുള്ളൂ. ചൈനയുടെ അതിർത്തിയിൽ 4 രൂപതകളുണ്ട്. ടിബറ്റിൻ്റെ അതിർത്തിയിൽ ഒരെണ്ണമുണ്ട്. അതുപോലെ തന്നെ ഭൂട്ടാനോട് ചേർന്ന് ഉള്ള ഒരു സ്ഥലമാണ് തവാങ് എന്ന് പറയുന്ന സ്ഥലം. അവിടെ അധികം ആളുകളും ബുദ്ധിസ്റ്റ് മതത്തിൽപ്പെട്ട ആളുകളാണ്. ഇപ്പോൾ അവിടെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടുന്ന ഒരുക്കങ്ങളും അതുപോലെ തന്നെ പ്രയത്നങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഞങ്ങളെ ഓർക്കണമേ. ഇറ്റാനഗർ രൂപതയിൽ ക്രിസ്തുമതം വരുന്നതിന് മുൻപ് അവിടെയുള്ള ആളുകൾ വിശ്വസിച്ചിരുന്നത് സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളായിരുന്നു. അവരെ പറയുന്നത് ധോണി പോളോ എന്ന് പറയുന്ന ട്രൈബൽ റിലീജിയനിൽപ്പെട്ട ആളുകളായിരുന്നു. ധോണി എന്ന് വെച്ചാൽ സൂര്യൻ, പോളോ എന്ന് വെച്ചാൽ ചന്ദ്രൻ. സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ. പക്ഷേ ക്രിസ്തുവിനെ അനുകരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവം തൻ്റെ സ്വപുത്രനെ നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ചാർന്നായി ഈ ഭൂമിയിലേക്ക് നമുക്ക് തന്നു. ആ സ്വപുത്രൻ നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം ബലിയർപ്പിക്കുകയാണ് ചെയ്തത്. ആ ക്രിസ്തുമതത്തിൽ വസിക്കുന്ന ഒരു കൂട്ടം ജനതകളുടെ നടുവിലാണ് ഞാൻ സേവനമനുഷ്ഠിക്കുന്നത്. 103ഓളം ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകളുടെ ഇടയിൽ സേവനമനുഷ്ഠിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ഇറ്റാനഗർ രൂപതയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിലും നിങ്ങളുടെ എല്ലാ സ്നേഹത്തിലും സഹകരണത്തിലും എപ്പോഴും ഞങ്ങളോട് ഉണ്ടാകണമേ. അവിടുത്തെ ജനങ്ങൾ അധികമായും അഗ്രികൾച്ചർ ചെയ്ത് ജീവിതം മുൻപോട്ട് നയിക്കുന്ന ഒരു ആളുകളാണ്. അവിടെ പ്രധാനമായും നെൽകൃഷിയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള പഴവർഗ്ഗങ്ങളും അവർ കൃഷി ചെയ്യപ്പെടുന്നു. അവിടുത്തെ ആളുകൾ അധികവും ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നു പോകുന്ന ഒരു ജനതയാണ്.
പക്ഷെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തന്നെയും ഒരിക്കലും അവർ ബുദ്ധിമുട്ടുകളാണെന്ന് പറയുന്നവരുടെ ജനതയല്ല. പക്ഷേ ബുദ്ധിമുട്ടുകൾ സഹിച്ച് അവർ ജീവിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ 485ഓളം പള്ളികളുണ്ട്. പക്ഷേ 300-ലധികം പള്ളികൾ ഇപ്പോഴും ഈറ്റ കൊണ്ട് ഉണ്ടാക്കിയ പള്ളികളാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു പള്ളി പണിത് നമുക്ക് എടുക്കണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടായിരിക്കും എന്ന്. പക്ഷേ ഈറ്റ കൊണ്ട് ഉണ്ടാക്കുന്ന പള്ളികളിൽ കൂടി മാത്രം ജീവിക്കുന്ന മനുഷ്യർ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, അവരെ എല്ലാം വിശ്വാസത്തിൽ അവരെ കൊണ്ടുവരിക എന്ന കർത്തവ്യം ഇറ്റാനഗർ രൂപതയിലെ പിതാവ് എന്ന നിലയിൽ എനിക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. 18 വർഷത്തെ പ്രയത്നങ്ങൾക്ക് ശേഷം ഇന്ന് ഇറ്റാനഗർ രൂപത സ്ഥിതി ചെയ്യുന്നത് ഒത്തിരി ഒരു മുൻപോട്ട് നയിക്കുന്ന ഒരു ജനതയാണ്. കത്തോലിക്ക വിശ്വാസം കടന്നു വന്നതിന് ശേഷം അവരുടെ ജീവിത നിലവാരത്തിൽ ഒത്തിരി മാറ്റങ്ങൾ പരിവർത്തനങ്ങൾ ഉണ്ടായി. ഇന്ന് സഭ ഈ പരിവർത്തനം വന്ന ഒരു ജനതയാണ് നയിക്കുന്നത്. അതിനു വേണ്ടുന്ന എല്ലാ സഹകരണങ്ങളും അവിടെ ചെയ്തു തരുന്നത് ഇറ്റാനഗർ രൂപതയിലെ അൽമേയ കൂട്ടായ്മയാണ്. അവിടുത്തെ അൽമേയ കൂട്ടായ്മയ്ക്ക് പറയുന്നതാണ് അരുണാചൽ പ്രദേശ് കാത്തലിക് അസോസിയേഷൻ, ഇൻ ഷോർട്ട് ഫോം ആപ്കായെ നയിക്കുന്ന ഒരു കൂട്ടം ജനതകൾ. ഈ ജനതകളിൽ കൂടി അവർക്ക് വേണ്ടുന്ന എല്ലാ സോഷ്യൽ ഡെവലപ്മെൻറ്റും അവർ ചെയ്തു തരുന്നു. അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുന്നു. വൈദികരും സന്യസ്തരും എല്ലാം ഒരു കൂട്ടായ്മയിൽ കൂടി കടന്നു പോകുന്ന ഒരു ജനതയാണ് എനിക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എല്ലാവരെയും ഇറ്റാനഗർ രൂപതയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിലും നിങ്ങളുടെ എല്ലാ സ്നേഹത്തിലും സഹകരണത്തിലും എപ്പോഴും ഞങ്ങളോട് ഉണ്ടാകണമേ. അല്ലല്ല, എല്ലാം ഈ